2024 എയിംസിൻ്റെ BSc പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ ഫസ്റ്റ് റൗണ്ട് റിസൾട്ട് വന്നിട്ടുണ്ട്. അതായത് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അപ്പോൾ ആദ്യ റൗണ്ടിൽ, അതായത് BSc പാരാമെഡിക്കൽ കോഴ്സസിന് വേണ്ടി അപ്ലൈ ചെയ്ത കുട്ടികളുടെ ഒന്നാമത്തെ റൗണ്ടിൻ്റെ റിസൾട്ടാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ റിസൾട്ടിൻ്റെ ഒപ്പം ഇത് കുറേ പേജുകളുണ്ട്. അപ്പോൾ ഇതിൽ കിട്ടിയ കുട്ടികളുടെ ലിസ്റ്റുണ്ട്. ഞാൻ ആ ലിസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അതിൽ അൺറിസർവ്ഡ് കാറ്റഗറി 709 ലാസ്റ്റ് കയറിയ റാങ്ക്, OBC 933, SC 2726, ST 3215, EWS 1346. ഇതാണ് ലാസ്റ്റ് റാങ്ക്. ഇനി ഇതിൽ കുറേ അബ്രിവേഷൻസ് നിങ്ങൾക്ക് കാണാം. അതിൽ FCNA, നിങ്ങളുടെ പേരിന് നേരെ FCNA എന്നാണെങ്കിൽ ഫിൽഡ് ചോയ്സസ് നോട്ട് അവൈലബിൾ അറ്റ് ദാറ്റ് റാങ്ക്. അതായത് നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് നിങ്ങളുടെ റാങ്കിന് തരാൻ സാധിച്ചിട്ടില്ല. പിന്നെ നിങ്ങളുടെ പേരിന് നേരെ NR എന്നോ NP എന്നോ ആണെങ്കിൽ നോട്ട് പാർട്ടിസിപ്പേറ്റ്, അതായത് നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്തിട്ടില്ല എന്നർത്ഥം. MRC എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ മെറിറ്റോറിയസ് റിസർവ്ഡ് കാറ്റഗറി കാൻഡിഡേറ്റ്, അതായത് നിങ്ങൾ OBCയോ SCയോ STയോ ഒക്കെ ആയിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ കൊണ്ട് അല്ലെങ്കിൽ റാങ്ക് കൊണ്ട് നിങ്ങൾക്ക് മെറിറ്റിൽ തന്നെ കിട്ടി, നിങ്ങളുടെ കമ്മ്യൂണിറ്റി പരിഗണിച്ചിട്ടില്ല. അതായത് മെറിറ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു, അതാണ് കിട്ടിയത്, നിങ്ങളുടെ കാറ്റഗറി കൺസിഡർ ചെയ്തിട്ടില്ല എന്നർത്ഥം. ഇനി ഇതിൽ ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയ കുട്ടികളുടേത് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്, ഈ ലിസ്റ്റുള്ളത്. ഇനി അതുപോലെ ഈ OBC സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഒറിജിനൽ ഡോക്യുമെൻ്റ് മീൻസ് വാലിഡ് ഡോക്യുമെൻ്റ് കൊടുത്ത് ആ റിസർവേഷൻ ക്ലെയിം ചെയ്ത കുട്ടികളുടേത് മാത്രമാണ് വന്നിരിക്കുന്നത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഫസ്റ്റ് റൗണ്ടിൽ സീറ്റ് കിട്ടിയ കുട്ടികൾ നിർബന്ധമായിട്ടും ഇനി പറയുന്ന ഓപ്ഷൻസിൽ ഒന്നുകിൽ ആ സീറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ എടുത്ത് അപ്ഗ്രേഡ് ചെയ്യുകയോ ചെയ്യണം. അപ്പോൾ ഈ റൗണ്ടിൽ പങ്കെടുക്കാത്ത ഒരു കുട്ടികളെയും സെക്കൻഡ് റൗണ്ടിൽ പരിഗണിക്കില്ല. അത് നമ്മൾ ആദ്യ രജിസ്ട്രേഷൻ്റെ സമയത്ത് തന്നെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുക്കാത്ത ആരെയും സെക്കൻഡ് റൗണ്ടിൽ പരിഗണിക്കില്ല. ഇനി സെക്കൻഡ് റൗണ്ട് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ വെച്ച ഓപ്ഷൻസേ നോക്കൂ. പുതിയതായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് ആഡ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ആ ഓപ്ഷൻസ് തന്നെയാണ് അങ്ങനെ തന്നെ പരിഗണിക്കുക. ഇപ്പം നിങ്ങളുടെ ഒന്നാമത്തെ ഓപ്ഷൻസ് കിട്ടിയാൽ അല്ലെങ്കിൽ ഓപ്ഷനാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തേ മതിയാവും. എന്നാൽ നിങ്ങളുടെ രണ്ടാമത്തേതാണെങ്കിൽ നിങ്ങളുടെ ആ ഒന്നാമത്തെ ഓപ്ഷൻ ഇപ്പോഴും അവിടെ ബാക്കിയുണ്ട്, അത് അടുത്ത റൗണ്ടിൽ പരിഗണിക്കും, നിങ്ങൾ ജോയിൻ ചെയ്താൽ മാത്രം. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ നോക്കുക. ഫസ്റ്റ് റൗണ്ടിൻ്റെ അലോക്കേഷൻ്റെ പ്രൊസീജിയർ നോക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന രണ്ട് ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഫില്ല് ചെയ്യണം. എപ്പോൾ? ഓഗസ്റ്റ് 8-ാം തീയതി 5 മണിക്ക് മുമ്പ്, വൈകിട്ട് 5 മണിക്ക് മുമ്പ് നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ ചെയ്യണം. എങ്കിൽ മാത്രമാണ് നിങ്ങളെ അടുത്ത റൗണ്ടിലേക്ക് പരിഗണിക്കുകയും അല്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് അവിടെ നിലനിൽക്കുകയും ചെയ്യൂ. ഒന്നാമത്തെ ഓപ്ഷൻ, അക്സെപ്റ്റ് ദ അലോട്ടഡ് സീറ്റ് ആൻഡ് ഡു നോട്ട് വിഷ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫർദർ റൗണ്ട്. നിങ്ങൾക്ക് ആദ്യ റൗണ്ടിൽ ഈ റൗണ്ടിൽ കിട്ടിയ സീറ്റിൽ നിങ്ങൾ തൃപ്തരാണ്, നിങ്ങൾക്ക് ഈ സീറ്റ് മതി, അടുത്തത് വേണ്ട, ഇതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തേത്, അക്സെപ്റ്റ് ദ അലോട്ടഡ് സീറ്റ്, നിങ്ങൾ ആ സീറ്റ് എടുത്തു ആൻഡ് വാണ്ട് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സെക്കൻഡ് റൗണ്ട്. നിങ്ങളിത് എടുത്തു, നിങ്ങൾക്ക് നിങ്ങളുടെ മേലേക്കുള്ള ഓപ്ഷൻസ് അടുത്ത റൗണ്ടിൽ പരിഗണിക്കണം. ഈ രണ്ട് ഓപ്ഷൻസാണ് ഉള്ളത്. എന്തായാലും നിങ്ങൾ സീറ്റ് കിട്ടിയാൽ എടുത്തേ മതിയാവൂ. എടുത്താൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണ്, എടുത്ത് അത് തന്നെ മതിയെന്ന് തീരുമാനിക്കാം, അല്ലെങ്കിൽ എടുത്ത് എൻ്റെ ഹയർ ഓപ്ഷൻസിന് എന്നെ പരിഗണിക്കണമെന്നും ആവശ്യപ്പെടാം. ഇനി ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ സീറ്റ് എടുത്തിട്ട് അപ്ഗ്രേഡേഷന് കൊടുക്കുകയും അപ്ഗ്രേഡ് ചെയ്ത് സീറ്റ് കിട്ടുമ്പോൾ അത് എടുക്കാതിരിക്കുകയും ചെയ്താൽ ആദ്യ സീറ്റ് പോയി, രണ്ടാമത്തെ സീറ്റും പോവും, നിങ്ങൾ 1 ലക്ഷം രൂപ കോമ്പൻസേഷൻ അടയ്ക്കേണ്ടി വരും. ആദ്യ റൗണ്ടിൽ സീറ്റ് കിട്ടി ഹയർ ഓപ്ഷൻസ് വേണമെന്ന് ആവശ്യപ്പെട്ട് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് കിട്ടിയാൽ അത് നിങ്ങൾ എടുക്കാണ്ടായാലാണ് ഈ 1 ലക്ഷം കോമ്പൻസേഷൻ അടയ്ക്കേണ്ടി വരിക. അതുകൊണ്ട് ആലോചിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ. ഇനി ഓപ്ഷൻ 1 ചൂസ് ചെയ്ത കുട്ടി, അതായത് അക്സെപ്റ്റ് ദ അലോട്ടഡ് സീറ്റ് ആൻഡ് ഡു നോട്ട് വിഷ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫർദർ റൗണ്ട്, ഇങ്ങനെയുള്ളത് ചൂസ് ചെയ്ത കുട്ടി എന്ത് ചെയ്യണം? ഹൗ ടു റിപ്പോർട്ട് അറ്റ് റെസ്പെക്റ്റീവ് എയിംസ്, ഏത് എയിംസിലാണോ നിങ്ങൾക്ക് കിട്ടിയത് അവിടെ റിപ്പോർട്ട് ചെയ്യണം എന്ന് ഓഗസ്റ്റ് 8 വൈകിട്ട് 5 മണിക്ക് മുമ്പ്. അതിന് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ഒരു ഓഫർ ലെറ്റർ വരും, അതുപോലെ ഒരു സീറ്റ് അലോക്കേഷൻ ലെറ്ററും ഉണ്ടാവും. ഇത് രണ്ടും നിങ്ങൾ കൊണ്ടുപോകണം, പ്ലസ് ഡോക്യുമെൻറ്റുകൾ എന്താണെന്ന് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ കാണിക്കാം. ഇനി ഇറ്റ് മസ്റ്റ് ബി നോട്ടഡ് ദാറ്റ് ബൈ എക്സസൈസിങ് ദി ചോയ്സ് ദ കാൻഡിഡേറ്റ് ഓപ്റ്റിംഗ് നോട്ട് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫർദർ റൗണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ഓർക്കണം. നിങ്ങൾ നോട്ട് ടു പാർട്ടിസിപ്പേറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളെ അടുത്ത റൗണ്ടുകളിൽ പരിഗണിക്കില്ല. അതുകൊണ്ട് ഈ സീറ്റ് നിങ്ങളുടെ കൺഫേം ആയിരിക്കുമെന്ന് ഓർത്തുകൊള്ളുക. ഇനി ഓപ്ഷൻ 2 ചൂസ് ചെയ്യുന്നവർ, അതായത് അക്സെപ്റ്റ് ദ അലോട്ടഡ് സീറ്റ് ആൻഡ് വാണ്ട് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സെക്കൻഡ് റൗണ്ട്, ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സെയിം പ്രൊസീജിയർ തന്നെയാണ്. നിങ്ങളും എന്ത് ചെയ്യണം? ഹൗ ടു റിപ്പോർട്ട് ഇൻ റെസ്പെക്റ്റീവ് എയിംസ്, ഏത് എയിംസിലാണോ കിട്ടിയത് ആ എയിംസിൽ ഓഗസ്റ്റ് 8-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യണം. അവിടെ നിങ്ങൾ ഓഫർ ലെറ്റർ, അതേപോലെ നിങ്ങൾക്ക് സീറ്റ് അലോക്കേഷൻ ലെറ്റർ, ഇതൊക്കെ ആയിട്ട് വേണം പോകാൻ. ഒറിജിനൽ ഡോക്യുമെൻറ്റും കൊണ്ടുപോകണം. ഡോക്യുമെൻ്റ് എന്താണെന്ന് ഞാൻ പറയാം.
ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഡോക്യുമെൻറ്റുകൾ ഇല്ലാതെയാണ് പോകുന്നതെങ്കിൽ, ഡോക്യുമെൻറ്റുകളും അതുപോലെ നിങ്ങളുടെ റിസർവേഷനിലാണ് കിട്ടിയതെങ്കിൽ അത് ക്ലെയിം ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റും ഇല്ലാതെയാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ സീറ്റ് ക്യാൻസൽ ആവും. അതുകൊണ്ട് ഡോക്യുമെൻ്റ് ഉണ്ടാവണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ DD സബ്മിറ്റ് ചെയ്യാം. പക്ഷേ DD സബ്മിറ്റ് ചെയ്താലും നിങ്ങൾ ഈ പറഞ്ഞ ഡേറ്റിനുള്ളിൽ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒറിജിനൽ ഡോക്യുമെൻ്റ് വേണം, അതിൻ്റെ ഫോട്ടോ കോപ്പിയും കൊണ്ടുപോകണം. പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് DD കൊടുക്കാമെന്നാണ്. പക്ഷേ 8-ാം തീയതിക്ക് മുമ്പ് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1 ഓഫർ ലെറ്റർ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ വന്നിട്ടുണ്ടാവും. 2 സീറ്റ് അലോക്കേഷൻ ലെറ്റർ, അതും നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ വന്നിട്ടുണ്ട്. ഇത് രണ്ടും നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഫൈനൽ രജിസ്ട്രേഷൻ സ്ലിപ്പ് ഉണ്ട്, അതായത് നിങ്ങൾ ഇതിന് രജിസ്റ്റർ ചെയ്തപ്പോൾ കിട്ടിയ സ്ലിപ്പ്, പാരാമെഡിക്കലിന് രജിസ്റ്റർ ചെയ്തപ്പോൾ കിട്ടിയ സ്ലിപ്പ്, പിന്നെ എയിംസിൻ്റെ എക്സാമിൻ്റെ അന്നത്തെ അഡ്മിറ്റ് കാർഡ്, പിന്നെ 10th പാസിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടി, പിന്നെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ് ഇൻ പ്രൂഫ് ഓഫ് പാസിംഗ് ദ 12th ക്ലാസ്, 12ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. അതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും ഉണ്ടാവണം, അതുപോലെ ഒറിജിനലും ഉണ്ടാവണം. പിന്നെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ബോർഡ് ഷോവിങ് ഹിസ് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്, 12th മൈഗ്രേഷൻ, TC ആൻഡ് മൈഗ്രേഷൻ എന്ന് പറയും, അതേപോലെ മാർക്ക് ഷീറ്റുകൾ, ഇതൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്. ഇതിൻ്റെ എല്ലാം ഒറിജിനലും കൊണ്ടുപോകുക, ഫോട്ടോ കോപ്പിയും കൊണ്ടുപോകുക. ഒറിജിനൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് DD സബ്മിറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ ഡേറ്റിൽ നിങ്ങൾ വീണ്ടും അവിടെ എത്തേണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ഒറിജിനൽ കൊണ്ടുപോവുകയാണ് ബെറ്റർ. അതുപോലെ റിസർവേഷൻ ക്ലെയിം ചെയ്തിരിക്കുന്ന കുട്ടികൾ SC, ST, OBC, EWS കാറ്റഗറിയിലൊക്കെ റിസർവേഷൻ അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതൊക്കെ താലൂക്കിൽ നിന്നുള്ളതായിരിക്കണം. SC, ST കാൻഡിഡേറ്റ്സിന് താലൂക്കിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, OBCക്ക് താലൂക്കിൽ നിന്നുള്ള NCL സർട്ടിഫിക്കറ്റ് സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിലായിരിക്കണം. പിന്നെ EWS സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതും താലൂക്കിൽ നിന്നുള്ളതായിരിക്കണം. ഇതാണ് ഡോക്യുമെൻറ്റ്. അതേപോലെ നിങ്ങൾക്ക് ഡിസബിലിറ്റിയോ മറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൊണ്ടുപോകണം. അതിൽ ഡോക്യുമെൻ്റ് വാലിഡിറ്റി നോക്കുക. OBC NCL എന്ന് പറയുന്നത് ഈ പറഞ്ഞ, അതായത് 23/6/2023 6/7/2024 ഇടയ്ക്കെടുത്തതായിരിക്കണം, ഈ 2 ഡേറ്റും ഉൾപ്പെടെ. EWS ആണെങ്കിൽ 1/4/2024 6/7/2024 ഇടയ്ക്കെടുത്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അപ്പോൾ ഈ ഡേറ്റ് ഉൾപ്പെടെയുള്ള ഡേറ്റുകൾക്കുള്ളിൽ വരുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം, അതും ശ്രദ്ധിക്കണം. ഇത്രയും സാധനമാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് BSc പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ ലിസ്റ്റ് ഞാൻ ഈ കൂടെ കമ്മ്യൂണിറ്റിയിൽ ഇടുന്നുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ജസ്റ്റ് വാട്സപ്പ് ചെയ്യുക. അതിൻ്റെ റിപ്ലൈ ഞാൻ ത്രൂ വാട്സപ്പ് തരാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.